നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ പലവിധ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആളുകളായിരിക്കാം. പ്രശ്നം ഇല്ലാത്തവരായി ആരും തന്നെയില്ല. പക്ഷേ ആ പ്രശ്നങ്ങളെ മറികടക്കാനുള്ള വഴിയും നിങ്ങളിൽ തന്നെയുണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. പല ചിന്തകളാൽ മുഴുകി മനസ്സ് വിഷമിച്ചു നിൽക്കുന്നവരാണ് നിങ്ങൾ. തുടർച്ചയായുള്ള നിഷേധ ചിന്തകൾ അഥവാ നെഗറ്റീവ് ചിന്തകളാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിന് കാരണം. അത് ഒന്നുകിൽ ആരെങ്കിലും നിങ്ങളെ വഞ്ചിച്ചതാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അസുഖം കൊണ്ടോ മറ്റോ വിഷമിക്കുന്നതാവാം. എന്തുതന്നെയായാലും നമുക്ക് ഈ നിമിഷം ഒന്ന് മാറാൻ തയ്യാറാകാം. അതിനായി ഞാൻ പറയുന്ന കാര്യങ്ങൾ സൂക്ഷ്മതയോടെ കഴിയുമെങ്കിൽ ഒരു ഇയർഫോൺ വെച്ച് കേൾക്കുക. നിങ്ങളിപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് അഭിമുഖീകരിക്കുന്ന ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ തുടങ്ങിയ ഏത് തരത്തിലുള്ള മാനസിക സമ്മർദ്ദവും രോഗവും ഈ ഒരു പ്രാക്ടീസ് തുടർച്ചയായി 21 ദിവസം ചെയ്യുന്ന വഴി നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം. അതിനായി വിഷ്വലൈസേഷൻ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് പരിശോധിക്കാം. ഇത് ചിലപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകും എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉദാഹരണ സഹിതം നിങ്ങൾക്ക് കാര്യം വ്യക്തമാക്കി തരാം. അതിനായി നിങ്ങൾ സ്വസ്ഥമായി ഒരു മുറിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ പുറത്താണെങ്കിൽ ആരും ശല്യം ചെയ്യാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങൾ ശാന്തമായി ഇരിക്കുക. കണ്ണുകൾ അടയ്ക്കുക. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഒരു 4 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിനു ശേഷം പതുക്കെ 8 സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് വിടുക. ഇപ്പോൾ നിങ്ങൾ ഉള്ളത് ഒരു ഗ്രാമത്തിലെ ഒരു നാരങ്ങാത്തോട്ടത്തിലാണ്. അതിലൂടെ നിങ്ങൾ നടക്കുകയാണ്. നിങ്ങൾ നടക്കുന്നതിൻ്റെ ഇടതുഭാഗത്തായി നല്ല മധുരമുള്ള നാരങ്ങ പഴുത്തു നിൽക്കുന്നു. നിങ്ങളുടെ വലത്തേ ഭാഗത്ത് പച്ച നിറമുള്ള പുളിയുള്ള നാരങ്ങയും. അതിലൂടെ നടക്കുമ്പോൾ ആ ഓറഞ്ച് തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ നിങ്ങളെ കണ്ടു. കുറച്ചു നേരം സംസാരിച്ച അയാൾ നിങ്ങളെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. നിങ്ങളിലും നല്ല ചിരി വിടർന്നു. അയാൾ നിങ്ങളെ കയ്യിലേക്ക് കഴിക്കാൻ കുറച്ച് നാരങ്ങ തന്നു. നിങ്ങൾ അതെടുത്ത് സന്തോഷത്തോടെ ഒരു സ്ഥലത്തിരുന്ന ശേഷം ഒരു കയ്യിലെ നാരങ്ങ പൊളിക്കാൻ തുടങ്ങി. ഓറഞ്ചിൻ്റെ തോൽ പൊളിക്കുന്ന സമയത്തെ ആ ഒരു ആസിഡ് നിങ്ങളുടെ കൈകളിൽ അറിയാൻ തുടങ്ങി. നിങ്ങളിപ്പോൾ അതിൽ നിന്നും എടുത്തു തിന്നാൻ തുടങ്ങുന്ന നാരങ്ങ അല്പം പുളിയുള്ളതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. നിങ്ങളുടെ നാവിൽ ആ പുളിരസം അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അല്പം പുളിയുണ്ടെങ്കിലും നിങ്ങൾ അത് ആസ്വദിച്ച് മുഴുവനായും കഴിച്ചു. നിങ്ങൾ അത് കഴിച്ചു തീർന്നിരിക്കുകയാണ്. നിങ്ങളുടെ കണ്ണുകൾ പതുക്കെ ചിമ്മി തുറക്കുക. സുഹൃത്തെ, നമ്മളിപ്പോൾ ചെയ്ത ഈ വിഷ്വലൈസേഷനിൽ കൂടി നിങ്ങളുടെ നാവിൽ ഉമിനീരും പുളിപ്പും നിങ്ങൾക്ക് അനുഭവപ്പെട്ടോ? എങ്കിൽ സത്യസന്ധമായി അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ശ്രദ്ധയോടെ ഈ വിഷ്വലൈസേഷൻ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് അത് അനുഭവപ്പെടും. ഞാനിവിടെ പറയാൻ വന്നത് ഉപബോധ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിനെ യാഥാർത്ഥ്യമേത്
മിഥ്യ ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അത് നിങ്ങൾ എന്താണോ അനുഭവിക്കുന്നത് അതാണ് പുറത്തേക്ക് വിടുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ പുളിയുള്ള നാരങ്ങ കഴിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് കഴിക്കുന്നതായി സങ്കല്പിച്ചു ആ അനുഭവം മുന്നിൽ കൊണ്ടുതന്നു. സുഹൃത്തേ, നിങ്ങൾ എന്താണോ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്നത്, ആരോഗ്യമാണോ, സമാധാനമാണോ, സ്നേഹമാണോ, എന്തു തന്നെയായാലും അത് ലഭിച്ചതായി മനസ്സിൽ വികാരത്തോടുകൂടി വിഷ്വലൈസ് ചെയ്താൽ ഉറപ്പായും നിങ്ങൾക്കത് സാധിക്കും. നിങ്ങളുടെ വികാരമാണ് നിങ്ങളുടെ ഇന്ധനം. വിമാന അപകടത്തിൽപ്പെട്ട് അനങ്ങാൻ പോലും വയ്യാത്ത ഒരാൾ ക്രിസ്മസിന് ആശുപത്രി വിട്ടുപോകുന്നത് എന്നും മനസ്സിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങൾ ഇനി നടക്കില്ല എന്ന്. പക്ഷേ അയാൾ എല്ലാ ദിവസവും മനസ്സിൽ കണ്ടത് താൻ നടന്നു പോകുന്ന സ്വപ്നമാണ്. ഈ ചിന്തകൾ, ഈ വിഷ്വലൈസേഷൻ പ്രക്രിയയിലൂടെ അദ്ദേഹം കൃത്യം ക്രിസ്മസ് രാത്രിയിൽ ആശുപത്രി വിട്ടു. ഇത്രയും ശക്തിയുള്ള ഈ ഭാവന നിങ്ങൾ ശീലമാക്കുക. നിങ്ങളിലെ അത്ഭുതകരമായ മാറ്റം അനുഭവിച്ചറിയുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും വരാം. ബൈ.